നിലമ്പൂരിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ബിജെപി. മത്സരിക്കാൻ താൽപര്യമില്ലെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നാടകീയ പ്രഖ്യാപനം. മാർത്തോമാ സഭാ കൌൺസിൽ അംഗം കൂടിയായ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ക്രൈസ്തവ മേഖലയിലെ വോട്ടുകൾ കൂടി നേടാം എന്നതാണ് ബിജെപിയുടെ പ്രതീക്ഷ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി എൻഡിഎ സ്ഥാനാർത്ഥിയായി ശ്രീമാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. നിലമ്പൂർ മഞ്ചേരി കോടതികളിലെ അഭിഭാഷകനും ചുങ്കത്തറ പള്ളിയുടെ വൈസ് പ്രസിഡന്റുമായ മോഹൻ ജോർജിനെ കളത്തിലിറക്കിയാണ് ബിജെപിയുടെ അവസാനവട്ട നാടകീയ നീക്കം. തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നായിരുന്നു ഇതുവരെയുള്ള ബിജെപിയുടെ പ്രഖ്യാപനം. ഇതോടെ ബിജെപി മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുവരെ ചർച്ചകൾ നടന്നു. BDJSനെ സമീപിച്ചെങ്കിലും അവരും പിൻവാങ്ങി. ഇതിനൊടുവിലാണ് മേഖലയിലെ പ്രമുഖ ക്രൈസ്തവ സഭയുടെ മുൻനിരയിലുള്ള ആളിനെ തന്നെ കളത്തിലിറക്കിയ നാടകീയ നീക്കം. ഇന്നലെയാണ് പിന്നെ അവസാനം ഇവരെല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ എന്നെ വിളിച്ചു. മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പാർട്ടി ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടിക്ക് ഒപ്പം ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും ബിജെപിയുടെ മെമ്പറായിരുന്നു. മെമ്പറാകും. മെമ്പർ ആയിരുന്നില്ല. ഞാൻ കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. KSCയുടെ മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇനിയിപ്പം മെമ്പറാകും അല്ലേ? തീർച്ചയായിട്ടും ഇനിയും BJPക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കും. മെമ്പറാകും മാത്രമല്ല. മാർത്തോമാ സഭയുടെ കൌൺസിൽ അംഗം കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. പാർട്ടിക്ക് വോട്ട് കുറവുള്ള മേഖലയിൽ ക്രൈസ്തവ നേതാവിനെ ഇറക്കിയാൽ കടുത്ത മത്സരം നടത്താമെന്ന് BJP കരുതുന്നു. നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബിയിലും പ്രവർത്തിക്കുകയായിരുന്നു മോഹൻ ജോർജ്. മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ BDJS സ്വാഗതം ചെയ്തു. പാർട്ടിയോട് ആലോചിച്ച് തന്നെയാണ് പ്രഖ്യാപനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BJPയുടെ കേന്ദ്ര നേതൃത്വമൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി രാജീവ്ജിയും ഞാനും ഒക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നിലമ്പൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതോടെ മത്സരം കടുപ്പിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ന്യൂസ് 18 കോട്ടയം. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ജോസഫ് ഗ്രൂപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് കേരള കോൺഗ്രസ് എം. ഏപ്രിൽ 15-ന് ചുങ്കത്തറയിൽ നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തത്. കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പിന് ഒപ്പമെന്നായിരുന്നു മോഹൻ ജോർജ് വ്യക്തമാക്കിയിരുന്നത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ജോസഫ് ഗ്രൂപ്പ് നേതാവാണെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജ്. ജോസഫ് ഗ്രൂപ്പ് നടത്തിയ കർഷക സംഗമത്തിൽ മോഹൻ ജോർജ് പങ്കെടുത്തിരുന്നു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ് മോഹൻ ജോർജ് എന്നും സ്റ്റീഫൻ ജോർജ് പരിഹസിച്ചു. നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് കേരള കോൺഗ്രസ് മെമ്പർഷിപ്പ് ഇല്ലെന്ന് മോൻസ് ജോസഫ്. സ്ഥാനാർത്ഥിയുമായി ജോസഫ് ഗ്രൂപ്പിന് യാതൊരു ബന്ധവുമില്ല. ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് പാർട്ടി വേദിയിൽ ഇടം ലഭിച്ചതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ CPM BJP കൂട്ടുകെട്ട് വ്യക്തമായെന്ന് BD സതീശൻ. UDF വോട്ടിൽ വിള്ളലുണ്ടാക്കാമെന്നാണ് BJP CPMന് കൊടുത്ത ഉറപ്പെന്നാണ് BD സതീശന്റെ ആരോപണം. പാർട്ടിക്കാരനല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഈ ഉറപ്പ് BJP പാലിച്ചുവെന്നും സതീശൻ ആരോപിച്ചു. UDF സംഘടനാ സംവിധാനം ശക്തമാക്കണമെന്നും UDFൽ വോട്ടിൽ വിള്ളലുണ്ടാകില്ലെന്നും സതീശൻ പറഞ്ഞു.